ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടെസ്ല മുംബൈ. നമുക്കിതിനകത്ത് കുറച്ച് പണിയെടുക്കാൻ, അതായത് ഇലക്ട്രിക് കാറിന് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാന്നൊക്കെ പറയും, പക്ഷേ കട്ട പണിയാണ് മോനെ. കാരണം നമ്മളിതിൻ്റെ ഫിൽറ്റർ മാറ്റണം. അയ്യോ, കോപ്പിറൈറ്റ്. നോ സ്റ്റോപ്പ്. ഓ മോനെ, കോപ്പിറൈറ്റ് അടിക്കാനിപ്പം. അതായത് ഇപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ്റനൻസ്, നമ്മളോട് കാര്യം പറയും, ഇത്ര നാളാകുമ്പോൾ നമ്മുടെ ക്യാബിൻ എയർ ഫിൽറ്റർ മാറ്റണം. കണ്ടോ, ഓവർ ഡ്യൂ. ഹെപ്പ ഫിൽറ്റർ മാറ്റണം. ഏപ്രിൽ 28 ഒരു മാസം കൂടി സമയമുണ്ട്. ഇപ്പോൾ ഏപ്രിൽ തുടക്കത്തിലാണ്. ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതും വൈപ്പർ ബ്ലേഡ് നമ്മൾ ഓൾറെഡി മാറ്റിയായിരുന്നു. ഇപ്പോൾ അടുത്ത മെയ് മാസത്തിൽ മാറ്റണം. ടയർ റൊട്ടേറ്റ് ചെയ്യണം. റേഡിയേറ്റർ ക്ലീനിങ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ഓവർ ഡ്യൂ സാധനം നമ്മൾ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ 2 ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ഫിൽറ്റർ ഉണ്ട്. 2 ഫിൽറ്റർ നമ്മൾ മാറ്റണം. ഇത് നമ്മുടെ പാസഞ്ചർ സൈഡാണ്. അതിൻ്റെ ഇവിടെ ആയിട്ടാണ് ആ ഫിൽറ്റർ. ഇപ്പോൾ കടയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഇതിനകത്ത് തന്നെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. ഓണേഴ്സ് മാനുവൽ ആണ്. TAY എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ആക്ടിവിറ്റി സേഫ്റ്റി മെയിൻ്റനൻസ്, ഡു ഇറ്റ് യുവർ സെൽഫ് മെയിൻ്റനൻസ്. അല്ല, ഇവിടെ അല്ലല്ലോ, പിന്നെന്താണ് ഇവിടെയാണ്? പാർട്സ് ആൻഡ് ആക്സസറീസ് ഇവിടെ എവിടെയും ഉണ്ടായിരുന്നല്ലോ. ടയർ റിപ്പയർ കിറ്റ് അല്ല, പാർട്സ് ആൻഡ് ആക്സസറീസ്. അതുകൊണ്ടേ റീപ്ലേസിങ് ക്യാബിൻ ഫിൽറ്റർ. കണ്ടോ, അതുകൊണ്ട് ക്ലൈമറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് ഡോറ് സീറ്റ് ബാക്കിലോട്ട് ആക്കണം. ഫ്ലോർ മാറ്റൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഒരു പ്രൈ ടൂൾ വെച്ച് നമ്മൾ ഈ സ്ഥലം തുറക്കണം. ഓക്കെ, സ്പീക്കർ ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് സൈഡിലെ പാനൽ തുറക്കണം. എന്നിട്ട് നമ്മൾ ഈ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. അത് ശരി. പിന്നെ നമുക്ക് എന്തായാലും വെപ്പ ഫിൽറ്റർ ഇനി അടുത്ത മാസം മാറ്റിയാൽ മതി. ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്യാബിൻ ഫിൽറ്റർ മാറ്റാം. ഒരു പ്രശ്നമാണ്, നമുക്ക് പ്രൈയിങ് ടൂളില്ല. ഞാനിപ്പോൾ കട്ട് ചെയ്ത്, കാരണം ഞാൻ മൈക്ക് സെലക്ട് ചെയ്ത് മാറിപ്പോയി. ഇപ്പോൾ കുറച്ചുകൂടി സൗണ്ട് ബെറ്ററായി കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പ്രൈയിങ് ടൂൾ ഇല്ല. അപ്പോൾ ഞാൻ ഫിൽറ്റർ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൂ. സാധാരണ ഫിൽറ്റർ പോലെ ഇരിക്കുന്നു. തുറന്നു ഒരു കൈ പിടിച്ച് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. 2 റൗണ്ട് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് പ്രൈയിങ് ടൂൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഫിൽറ്റർ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പുറത്തിറങ്ങാം. നമുക്കപ്പോൾ പ്രൈയിങ് ടൂൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് വരണം പ്രിൻ്റ് ചെയ്യാൻ തീരുമാനിച്ച്. അപ്പോൾ പുള്ളി കഷ്ടപ്പെട്ട് പ്രിൻ്റ് കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിസൈൻ ചെയ്തതല്ല, ഓൺലൈൻ ജസ്റ്റ് നോക്കിയപ്പോൾ കാറിൻ്റെ പ്രൈയിങ് ടൂൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ മറ്റേ ഫോക്കസായി PTG വെച്ചാണ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പല ടൈപ്പ് മെറ്റീരിയലുണ്ട്. ഇപ്പോൾ PTG എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. മെക്കാനിക്കലി സ്റ്റേബിളായിട്ട് വേണ്ട സാധനങ്ങൾ നമ്മൾ ഈ PTG വെച്ച് പ്രിൻ്റ് ചെയ്യണം. മറ്റേ PLA ആണ് നോർമലി പ്രിൻ്റ് ചെയ്യുന്ന സാധനം. അത് വെച്ച് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതിനാണ് കുറച്ചുകൂടി ബലം. അപ്പോൾ ഇതൊരു 1 മണിക്കൂറിൽ പ്രിൻറ്റിങ് ഫിനിഷ് ആവും. നമുക്ക് 1 മണിക്കൂറിൽ നമുക്ക് പ്രൈയിങ് ടൂൾ എടുത്തിട്ട് നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിന് കുറച്ച് സമയം എടുത്തു, പ്രിൻ്റ് ചെയ്യാനല്ല, ബാക്കി പണിയെടുക്കാൻ. കാരണം വെച്ചാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കാമെന്നല്ല, പോയി ഭക്ഷണം ഉണ്ടാക്കാൻ. നമ്മൾ മോർട്ടൽ കോമ്പാറ്റിൽ തോറ്റതിന് ശേഷം ഇപ്പോൾ പറഞ്ഞ എല്ലാം നമ്മൾ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് പോയി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ പ്രിൻ്റ് റെഡി. ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരെ കിച്ചണിൽ പോയി നമ്മുടെ ഷാൻജിയോനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കലക്കങ്ങൾ കലക്കി. എന്നാൽ നമ്മുടെ
ഫ്രണ്ട് റെഡി. നമുക്ക് പോയി അടുത്ത പണി തുടങ്ങാം. നമ്മുടെ സാധനങ്ങൾ ആദ്യം നമ്മുടെ സീറ്റ് ബാക്കിലോട്ട് ആക്കുന്നു. മാക്സിമം മൊത്തം അഴുക്കാണല്ലോ, ക്ലീൻ ചെയ്യണമല്ലോ. ഓക്കെ, നമ്മളിനി നമ്മുടെ മാറ്റി എൻ്റെ പൊന്നോ ഫ്ലോർ മാറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും സെറ്റാണ്. നമുക്ക് തുറക്കേണ്ട സാധനം ഇതാണ് തുറക്കേണ്ടത്. അതും ഇവിടെയും തുറക്കണം. അത് നമുക്ക് താഴെ കിടന്ന് തുറക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് കാണിച്ചു തരാം. നമുക്കിവിടെ ഒരു സ്ക്രൂ ഉണ്ട്. യെസ്, അപ്പുറത്തൊരു സ്ക്രൂ ഉണ്ട്. ആ 2 സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഓക്കെ, നമുക്ക് ചെയ്യാം. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? ഞാൻ തിരിച്ച കറക്റ്റാണല്ലോ. ഒരിക്കലും തുറക്കാൻ സാധനം ഉണ്ടായിരിക്കും. തിരിഞ്ഞ് മോനെ. ഒരു സ്ക്രൂ മാത്രം ചോദിച്ചു. നിങ്ങൾ മസ്തിഷ്ക മരണം കണ്ടായിരുന്നോ? നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയുണ്ട്. ഞാൻ കുറച്ച് പകുതിയോടെ കണ്ടു മോനെ. കിടിലൻ പടം, രക്ഷയില്ല. രണ്ടാമത്തെ ലോക്ക് കൂടി വരെയുണ്ട്. നമുക്ക് തൂള് കുറച്ച് നോക്കാം. വേണ്ടേ, കണ്ടോ മോനെ? ഷോക്കടിക്കായിരുന്നാൽ മതി. കുറച്ച് കഷ്ടപ്പെട്ടാണ് തുറന്നു. നമുക്ക് ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് കാർ കമ്പ്യൂട്ടർ. കാറിൻ്റെ ഫുൾ ബ്രെയിൻ അവിടെനകത്താണ്. ആകെ ബാറ്ററിയും കമ്പ്യൂട്ടറും മാത്രമേ ഉള്ളൂ. മോട്ടറാണല്ലോ. അതിൻ്റെ കമ്പ്യൂട്ടറാണ് കാണുന്നത് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഈ കേബിൾ കഴിക്കാം. ഇത് മാറ്റാനായിട്ട് സ്പീക്കറും ലൈറ്റും നമ്മൾ മാറ്റി നമുക്ക് തുറക്കാനായിട്ട് എവിടെയെങ്കിലും പോയി പിടിക്കാതിരുന്നാൽ മതി, ഷോക്ക് അടിക്കാതിരിക്കാൻ. 400 വോൾട്ടൊക്കെയാണ് അതിനകത്തോട് ഓടണേ. എന്തായാലും നമ്മുടെ അടിപൊളി പ്രിൻ്റ് ടൂൾ വെച്ച് നമുക്ക് എൻ്റെ ഒരു വേർഷൻ ഒടിഞ്ഞു പോയി കണ്ടോ. പക്ഷെ പ്രശ്നമില്ല, വീണ്ടും പ്രിൻ്റ് ചെയ്യും. ഇതൊക്കെ എന്ത് അല്ലേ. ഒരു ടാബ് കൂടി കണ്ടോ. രണ്ട് ടാബ് കൂടി. ഇവിടെ ടാബുണ്ട്. ഇല്ല, മൂന്ന്. മോനെ ഒരിടെ മക്കളെ, നോക്ക്. ഇതാണ് സാധനം. ഉണ്ടോ, ഈ ടാബ്സ് വെച്ചാണ് അത് പിടിപ്പിച്ച് വെച്ചാണ്. അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഈ 2 സൈഡിലെ 2 മിഡിലെ സാധനം ഇതും കുറച്ച് കഷ്ടപ്പെട്ടാണ് ഊരിയത്. ഞാൻ നമ്മൾ ഊരി അലക്കി. നമ്മുടെ ഫിൽറ്റർ ഇരിക്കുന്നത് അവിടെയാണ്. അത് നമ്മൾ തുറക്കണം. ഇതാണ് ഫിൽറ്റർ ചെയ്യുന്ന സ്ഥലം. ഇതൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്ക് തുറക്കണം. അത് ടോർക്ക് സ്ക്രൂ ആണ്. അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. ഞാൻ ആ സ്ക്രൂ ഊരി. വേണ്ട നമ്മുടെ ഫിൽറ്റർ. അപ്പോൾ നമ്മളിനി ഇതൊന്നും തട്ടാണ്ട് സീനൊന്നും ഉണ്ടാക്കാണ്ട് അത് ഊരിയിടണം. നമ്മളിങ്ങനെ മാറ്റി. അധികം കുഴപ്പമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒരു ഫിൽറ്ററായി ഊരി. രണ്ടാമത്തെ ഫിൽറ്റർ ഈ ടാബ് നമ്മളിങ്ങനെ പൊക്കിയിട്ട് പുറത്തോട്ടെടുക്കാം. സൂക്ഷിച്ച്. നമ്മൾ 2 ഫിൽറ്റർ ഊരിയെടുത്തുണ്ട്. അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് ഫിൽറ്ററിന്. പുതിയ ഫിൽറ്റർ ഇതാണ് നമ്മുടെ പുതിയ ഫിൽറ്റർ. കമ്പാരിസൺ കണ്ടോ? ഇത് പഴയത് 2-3 വർഷമായി, ഇത് പുതിയത്. അപ്പോൾ ഇത് ഇടുമ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കണം. ഇവിടെ ഒരു മാർക്കുണ്ട്. ആ മാർക്ക് നമ്മുടെ അകത്തോട്ടരിയണം. അപ്പോൾ നമ്മളത് നേരത്തെ ഇട്ട പോലെ തന്നെ അകത്തേക്കിടാം.
ഈ ടാബും പിടിച്ച് നമുക്ക് താഴേക്ക് ഇറക്കാം പതുക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്ന് താഴേക്ക് ഇറക്കി കണ്ടോ. ഒരെണ്ണം ആയി. മറ്റേ ഫിൽറ്റർ കൊണ്ട് നമ്മൾ തുറന്ന് പതിയെ രാഷ്ട്രം കറുത്തല്ലേ, കറുത്താണ്, അത് അകത്തോട്ട് കയറ്റി വെക്കും. നമ്മളിങ്ങനെ മടക്കി വെക്കാം. അകത്തോട്ട് കയറ്റി വെച്ചുകൊണ്ട് ഇനി നമ്മൾ അതിൻ്റെ കവറ് തിരിച്ചു വെക്കുന്നു. സൂചി ഞാൻ തിരിച്ചു വെക്കട്ടെ കേട്ടോ. ഓക്കെ ഗായ്സ്, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ സ്ക്രൂ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറ് തിരിച്ചു വെക്കാം. വേറെ കേബിളൊന്നും നമ്മൾ അയച്ചിട്ടില്ല, അവിടെ നിന്ന് ഉണ്ട്, വേറെ അവിടെ ചെയ്യാനില്ല. നമ്മളിതിങ്ങനെ വെക്കുന്നു. ഇനി നമ്മളിങ്ങനെ അടിക്കുന്നു. പിന്നെ നമ്മുടെ സ്പീക്കറും ലൈറ്റും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റായി. നമ്മുടെ സ്പീക്കറിൻ്റെ ബോർഡ് നേരത്തെ പിടിച്ച പോലെ തന്നെ കണക്ട് ചെയ്യുന്നു. ഈ ലൈറ്റും നമ്മൾ കണക്ട് ചെയ്യുന്നു. ലൈറ്റ് കത്തി. പിന്നെ ഇത് തിരിച്ച് പിടിക്കുന്നത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഇവിടെ വരണം. ആ 2 സ്ക്രൂ തിരിച്ച് കയറ്റാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, ഭയങ്കര ഡേറ്റായിരുന്നു സ്ക്രൂ. എന്തായാലും എല്ലാം സെറ്റായതുകൊണ്ട് നമുക്കപ്പോൾ നമ്മുടെ ചവിട്ടി തിരിച്ചു വെക്കാം. നമ്മുടെ ചവിട്ടി എല്ലാം സെറ്റ്. നമ്മുടെ സീറ്റും നമ്മൾ തിരിച്ച് വെക്കുന്നു. എൻ്റെ അമ്മേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഫോക്കസ് ആവാതെ, ഫോക്കസ് ചെയ്യണം, എന്താ ഫോക്കസ് ആവാതെ, കമണ്ടർ മഹേഷ്. യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സർവീസ് പോകുന്നു, മെയിൻ്റനൻസ് പോകുന്നു. അപ്പോൾ കണ്ടോ, ക്യാബിൻ എയർ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് ഓവർ ഡ്യൂ. നമ്മളിവിടെ ഞെക്കുന്നു, റെക്കോർഡ്. അപ്പോൾ സർവീസ് ചെയ്ത ക്യാബിൻ എയർ ഫിൽറ്റർ 3/4/2026 റീപ്ലേസ് ചെയ്തത്. 35,162 കിലോമീറ്റർ കൺഫേം. പിന്നെ ക്യാബിൻ എയർ ഫിൽറ്റർ ഇപ്പോൾ ഗ്രീനായി. ഇനി 2 വർഷം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി ആണെങ്കിൽ. ഞാൻ 3 വർഷം കഴിഞ്ഞിട്ട് മാറ്റി, കുഴപ്പമില്ല. ഇനി എപ്പോൾ ഫിൽറ്റർ നമുക്ക് ഓറഞ്ചാണ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും. ഈ മാസം അവസാനം നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാം. നമുക്ക് ക്ലൈമറ്റ് ഓൺ ചെയ്യാം. നമ്മൾ ഹെപ്പ ഫിൽറ്റർ മാറ്റുമ്പോൾ നമ്മളപ്പോൾ ഫ്രണ്ടൊക്കെ തുറക്കേണ്ടി വരും കാറിൻ്റെ, പക്ഷേ നമുക്ക് തന്നെ മാറ്റാവുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. സോ ബൈ ബൈ.